പ്രിയ MA സൈക്കോളജി വിദ്യാർത്ഥികളെ സ്വാഗതം. ഓർമ്മയെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട എന്നാൽ ആദ്യകാലത്തെ ഒരു മോഡലിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അതെ, നിങ്ങളുടെ IGNO MPC 001 ടെക്സ്റ്റ് ബുക്കിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 അവിടെ പറയുന്ന വോയും നോർമനും, വോ ആൻഡ് നോർമൻ 1965 അവരുടെ പ്രൈമറി സെക്കൻഡറി മെമ്മറി മോഡൽ. ശരിയാണ്. ഇത് മെമ്മറി റിസർച്ചിലെ ഒരു തുടക്കമായിരുന്നു എന്ന് പറയാം. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ബിഹേവിയറൽ മോഡലുകളിലൊന്ന്. വില്യം ജെയിംസിന്റെ ആശയങ്ങളൊക്കെയില്ലേ, അതിനെയൊക്കെ പിന്നീട് വന്ന തിയറികളുമായി കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലെയാണിത്. ഓക്കെ, അപ്പൊ നമുക്കിതിലോട്ട് കടക്കാം. എന്താണ് ഈ മോഡലിന്റെ ഒരു മെയിൻ ഐഡിയ? ഇത് സിമ്പിളായി പറഞ്ഞാൽ ഒരു ദ്വൈത സിദ്ധാന്തമാണ്, ഡ്യുവലിസ്റ്റിക് മോഡൽ. ഡ്യുവലിസ്റ്റിക്? അതെ, അതായത് ഓർമ്മയ്ക്ക് രണ്ട് തട്ടുകളുണ്ട്, രണ്ട് സ്റ്റോറുകൾ. പ്രൈമറി മെമ്മറി അഥവാ PM, പിന്നെ സെക്കൻഡറി മെമ്മറി SM ത്തേക്ക് മാത്രം വിവരങ്ങൾ സൂക്ഷിക്കുന്നൊരിടം. ഉദാഹരണം, ഇപ്പോ നമ്മളൊരു സംഭാഷണം കേൾക്കുമ്പോൾ ആ വാചകത്തിന്റെ അവസാനം കേട്ട ഭാഗം ഓർക്കുന്നില്ലേ? കാര്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഓർക്കും. അതുപോലെ വളരെ ലിമിറ്റഡ് കപ്പാസിറ്റിയേ ഉള്ളൂ, പെട്ടെന്ന് മാഞ്ഞു പോകും. ശരി, അപ്പോ താൽക്കാലികമാണ്, ഒരു ഫോൺ നമ്പർ കേട്ട് അപ്പൊ തന്നെ ഡയൽ ചെയ്യുന്ന പോലെ. അതെ അതെ, പക്ഷെ ആ നമ്പർ പിന്നീട് ഉപയോഗിക്കാൻ ഓർക്കണമെങ്കിൽ അത് സെക്കൻഡറി മെമ്മറിയിലേക്ക് SMലേക്ക് എത്തണം. അതാണ് നമ്മുടെ ലോങ് ടേം സ്റ്റോറേജ്. കൂടുതൽ കാലം നിൽക്കുന്ന ഓർമ്മകൾ അവിടെയാണ്. ഓക്കെ, അപ്പോ ഈ PMൽ നിന്ന് SMലേക്ക് വിവരം എങ്ങനെയാണ് പോകുന്നത്? എന്താണ് അതിന്റെ വഴി? അവിടെയാണ് റിഹേഴ്സൽ എന്ന വാക്കിന് പ്രാധാന്യം. ആവർത്തനം. അതെ, PMലുള്ള ഒരു വിവരം നമ്മൾ മനസ്സിൽ ഇങ്ങനെ എന്താ പറയാ ഉരുവിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ച് ആവർത്തിച്ചില്ലെങ്കിൽ അത് SMലേക്ക് പോവില്ല. പുതിയ വിവരങ്ങൾ വരുമ്പോൾ പഴയതങ്ങ് പോവും, ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും. ശരി ശരി. ഈ തലച്ചോറിനുള്ളിലെ പെട്ടികൾ അല്ലെങ്കിൽ ബോക്സസ് ഇൻ ദ ഫെഡ് എന്നൊരു രീതിയിൽ ഓർമ്മയെപ്പറ്റി പറയാറുണ്ടല്ലോ. ഉണ്ട്. ഈ മോഡൽ അതിന് തുടക്കം കേട്ടോ. തീർച്ചയായും. ഓർമ്മയെ ഇങ്ങനെ ഇൻപുട്ട്, പിന്നെ ഒരു ഷോർട്ട് ടേം ബോക്സ് PM, പിന്നെ ഒരു ലോങ് ടേം ബോക്സ് SM എന്നിങ്ങനെയുള്ളൊരു ഘടനാപരമായ രീതിയിൽ കാണാൻ ഈ മോഡൽ ശരിക്കും സഹായിച്ചു. ഒരു ഫ്ലോ ചാർട്ട് പോലെ. ഓക്കെ. ഇത് പിന്നീട് വന്ന അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡലിനൊക്കെ വലിയ പ്രചോദനമായി. അപ്പോ നിങ്ങൾ, അതായത് ഇത് കേൾക്കുന്ന MA സൈക്കോളജി വിദ്യാർത്ഥികൾ, ഈ മോഡലിനെ പറ്റി എന്താണ് പ്രധാനമായി ഓർക്കേണ്ടത്? ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? ഒന്നാമതായിട്ട്, ഈ ഷോർട്ട് ടേം PM, ലോങ് ടേം SM മെമ്മറി സ്റ്റോറുകൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന ആശയം ഇത് ഉറപ്പിച്ചു. ശരി. രണ്ടാമത്, റിഹേഴ്സൽ, ഓർമ്മയെ നിലനിർത്താൻ ആവർത്തനത്തിനുള്ള പങ്ക്. ഇത് പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്ന ഒന്നാണ്. പിന്നെ ഇത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്നൊരു രീതിക്ക് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വലിയൊരു ബൂസ്റ്റ് കൊടുത്തു. പക്ഷേ ഇന്നിപ്പോ നമ്മൾ ഓർമ്മയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ? വർക്കിംഗ് മെമ്മറി, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിൾ അല്ലേ? ആണ്, തീർച്ചയായും സിമ്പിളാണ്. അതൊരു പരിമിതിയാണ്. എന്തൊക്കെയാണ് പ്രധാന കുറവുകൾ? ഒന്ന്, ഈ പ്രൈമറി മെമ്മറി ഇല്ലേ, അത് വെറുമൊരു പാസീവ് സ്റ്റോറേജ് അല്ല, അതൊരു ആക്റ്റീവ് വർക്ക് സ്പേസ് ആണ്. നമ്മളിന്ന് വർക്കിംഗ് മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെ വിവരങ്ങൾ വെറുതെ വെക്കുകയല്ല, അവിടെ വെച്ച് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഈ മോഡലൊന്നും പറയുന്നില്ല. ശരി. പിന്നെ എല്ലാ ഓർമ്മകളും വെറും റിഹേഴ്സൽ കൊണ്ടാണോ SMൽ എത്തുന്നത്? അങ്ങനെയല്ലല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ എത്ര ആഴത്തിൽ ചിന്തിക്കുന്നു, ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ് എന്നതിനനുസരിച്ച് ഓർമ്മ നിൽക്കും. അതുപോലെ SMലെ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഓർമ്മ എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത്, റിട്രീവൽ, ഇതിന്റെയൊക്കെ സങ്കീർണതകളൊന്നും ഈ മോഡല് വിശദീകരിക്കുന്നില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, വാളയും നോമനും ഓർമ്മയ്ക്ക് രണ്ട് സ്റ്റോറുകൾ ഉണ്ടെന്നും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകാൻ റിഹേഴ്സൽ വേണമെന്നും പറഞ്ഞു. ഒരടിസ്ഥാന വേർതിരിവ് നൽകി. അതെ, ഒരു ഫൗണ്ടേഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു തുടക്കം. ഈ ഒരു ബേസിക് ഐഡിയ, ഈ PMSN ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുള്ള കൂടുതൽ കോംപ്ലക്സായ മോഡലുകൾ, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് പോലെ. അതെ, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ്, ബാഡ്ലിയുടെ വർക്കിംഗ് മെമ്മറി മോഡൽ, കണക്ഷനിസ്റ്റ് മോഡലുകൾ, അതൊക്കെ പഠിക്കുമ്പം ഈ ആദ്യകാല മോഡലിന്റെ പ്രാധാന്യവും പിന്നെ അതിന്റെ പോരായ്മകളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ശരി. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക്, MA വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി ആലോചിക്കാൻ എന്തെങ്കിലും? നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ദിവസവും എന്തെല്ലാം കാര്യങ്ങൾ ഓർക്കുന്നു, പഠിക്കുന്നു? ഒരു പുതിയ വാക്ക് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ ഫോൺ നമ്പർ ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ ഈ രണ്ട് തരം ഓർമ്മയുടെ ഒരു അനുഭവം ഉണ്ടാവാറില്ലേ? അതായത്, ആ നിമിഷം ഓർത്തെടുക്കുന്ന ഒന്നും PMഉം,
പിന്നീട് ഓർക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ മനസ്സിൽ ആവർത്തിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതോ ആയ ഓർമ്മകളും എസ്എമ്മും. ഈ 1965-ലെ സിമ്പിൾ മോഡലിന് നിങ്ങളുടെ ഇന്നത്തെ അനുഭവങ്ങളുമായി എന്തെങ്കിലും ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? അതൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.